ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു വാൾ ഡെക്കറാണ് ഉണ്ടാക്കുന്നത്. ഞാൻ ഫ്ലിപ്കാർട്ടിലെന്തോ കണ്ടതാണ്, അപ്പോൾ അത് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. ഇതിന് വേണ്ടി നമ്മളൊരു ന്യൂസ് പേപ്പറാണ് എടുക്കുന്നത്. ന്യൂസ് പേപ്പർ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ വെക്കേഷനൊക്കെ അല്ലേ, നമ്മൾ കഴിഞ്ഞ വർഷം എഴുതിയ ബുക്സിൻ്റെയൊക്കെ പേപ്പേഴ്സ് ഉണ്ടാവില്ല, നോട്ട് ബുക്കിൻ്റെയൊക്കെ, അതെടുത്തിട്ട് ഇതേപോലെ ഒന്ന് റോൾ ചെയ്യുക. പേപ്പർ സ്ട്രോ പോലെ കുറേ ഉണ്ടാക്കിയെടുക്കാം. അതിന് ശേഷം ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്യണം. ഒരു മെറ്റൽ ഷേപ്പിൽ മുകളിൽ ഇങ്ങനെ പ്രസ് ചെയ്ത് ബാക്കിയുള്ള സൈഡിൽ ഇങ്ങനെ ഒരു റൗണ്ട് പോലെ ഇതേപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കുക. ഇതേപോലെ നമുക്ക് കുറേ പെറ്റൽസ് ആവശ്യമുണ്ട്. ഇതിന് വേണ്ടിയിട്ട് നമുക്കൊരു വലിയ 2 പെറ്റൽസും മീഡിയം സൈസ് 4 പെറ്റൽസും പിന്നെ 2 ചെറിയ പെറ്റൽസും ആണ് വേണ്ടത്. ഒരു വലിയ പെറ്റൽ ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ 3 പേപ്പർ സ്ട്രോ ഇതേപോലെ ജോയിൻ ചെയ്ത് മടക്കണം. ഒരു മീഡിയം സൈസ് പെറ്റൽ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ 2 പേപ്പർ സ്ട്രോ ഇതേപോലെ ജോയിൻ ചെയ്ത് മടക്കണം. ഇത് ഞാൻ ഈ വീഡിയോയിൽ കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും കേട്ടോ. പിന്നെ 2 ചെറിയ പെറ്റൽസ് പോലത്തെ ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഒരു പേപ്പർ സ്ട്രോ ഇതേപോലെ ഒന്ന് മടക്കിയാൽ മതി. ഇവിടെ ഞാൻ കൊടുത്തേക്കാം ബിഗ് സൈസ്, മീഡിയം സൈസ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൽ എത്ര സ്ട്രോ വേണമെന്ന് ഞാൻ ഇവിടെ എഴുതി കൊടുത്തേക്കാം കേട്ടോ. ഇതേപോലെ ഒരു വലിയ സൈസും 2 മീഡിയം സൈസും വേണം. പിന്നെ ബാക്കിയുള്ളത് 5 എണ്ണം നമ്മൾ ഉണ്ടാക്കണം. അത് ഞാൻ ഇവിടെ കൊടുത്തേക്കാം. നിങ്ങൾക്കിത് മനസ്സിലാവുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല, എന്നാലും ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഫ്രെയിം ഉണ്ടാക്കാൻ വേണ്ടി ഒരു കാർഡ്ബോർഡ് എടുക്കാം. ഇവിടെ ഞാൻ സെൻറ്റിമീറ്റർ കൊടുത്തിട്ടുണ്ട്. ലെങ്ത്ത് വന്നിട്ട് 28 സെൻറ്റിമീറ്ററും പിന്നെ വിഡ്ത്ത് വന്നിട്ട് 18.5 സെൻറ്റിമീറ്ററും ആണ്. ബ്ലാക്ക് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. ഫ്രെയിമിന് 8 പേപ്പർ സ്ട്രോ അത് ഒട്ടിച്ചു കൊടുക്കുക 4 സൈഡിലും, അല്ലെങ്കിൽ ന്യൂസ് പേപ്പർ സ്ട്രോ ആക്കിയത് വെച്ച് കൊടുക്കാം. അതിന് ശേഷം നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ആ പെറ്റൽ പോലത്തെ എല്ലാം ഒന്ന് അറേഞ്ച് ചെയ്ത് ഇതേപോലെ ഒന്ന് വെച്ചെടുക്കാം കേട്ടോ. ഞാൻ ഇതിൽ 2 ഫ്ലവേഴ്സാണ് ഉണ്ടാക്കിയത്. നിങ്ങളുടെ ഫ്രെയിം കുറച്ച് വലുതാണെന്നുണ്ടെങ്കിൽ കുറേ ഫ്ലവേഴ്സ് നിങ്ങൾക്ക് വെക്കാൻ പറ്റും. എന്നിട്ട് ഇതിന് ശേഷം നമുക്ക് ചെയ്യേണ്ടത് ഒരു ഗ്രീൻ ടേപ്പ് എടുത്ത് ഞാൻ ഒന്ന് ട്വിസ്റ്റ് ചെയ്തിട്ട് ഇതേപോലെ ഒരു സ്റ്റെം പോലെ വെച്ചിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ ഫ്ലവേഴ്സ് ഉണ്ടാക്കി വെച്ചേക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. അതിന് ശേഷം സ്റ്റെമ്മിന് പെയിൻറ്റ് അടിച്ചു കൊടുക്കുക. പുറത്തായതിനൊക്കെ ഞാൻ ബ്ലാക്ക് കളറും കൂടി അടിച്ചു കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ലീഫും കൂടി അടിച്ചാൽ നമ്മുടെ ഫ്രെയിം ഇവിടെ സെറ്റായി. എങ്ങനെയുണ്ടെന്നുള്ളത് ഉറപ്പായിട്ടും നിങ്ങൾ കമൻറ്റിൽ പറഞ്ഞറിയിക്കണേ. പിന്നെ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. ബൈ.